അവസാനിച്ചിട്ടില്ല. നിങ്ങൾ കരുതിയതുപോലെ വാതിലുകൾ അടഞ്ഞിട്ടില്ല. ദൈവം പഴയ കഥയിൽ അവസാനിപ്പിക്കുന്നവൻ അല്ല. അവൻ പുതിയതായി ഒന്ന് ചെയ്യുന്ന ദൈവമാണ്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ തീരുമാനിച്ചതല്ല. എന്നിട്ടും ഒരുപക്ഷെ മനുഷ്യർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ പരാജയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടാവാം. എന്നാൽ നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥയെ ആര് മാറ്റും? പണമല്ല, പദവിയല്ല, മനുഷ്യ ബന്ധങ്ങളും അല്ല. വിളിച്ച വിശ്വസ്തനായ ദൈവം തന്നെയാണ് നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ പോകുന്നത്. നിങ്ങളെ തിരഞ്ഞെടുത്തവൻ നിങ്ങളെ അർദ്ധരാത്രിയിൽ വിട്ടുകളയുന്ന ഒരു ദൈവമല്ല. ഇന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അവസാനവുമല്ല. ദൈവത്തിന് ഇനിയും നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ നിങ്ങൾ വിതച്ചത് നിങ്ങൾ ആർപ്പോടെ കൊയ്യുക തന്നെ ചെയ്യും. തകർന്നത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. നഷ്ടമായത് ഇരട്ടിയായി തിരിച്ചു വരും. കാരണം നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തൻ ആണ്. ആ കർത്താവ് തുടങ്ങിയത് ആ കർത്താവ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഒന്നും അവസാനിച്ചിട്ടില്ല. ദൈവം പുതിയതായി ഒന്ന് ചെയ്യുകയാണ്. ഇന്ന് തന്നെ, നിങ്ങളിൽ തന്നെ. ദൈവവചനം പറയുന്നു, ഐ ആം ദ ആൽഫ ആൻഡ് ദ ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുക്കുക. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.